കടിഞ്ഞാണില്ലാതെ സർക്കാർ ധൂർത്ത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ശമ്പളത്തിനും പെൻഷനും കടമെടുപ്പിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയ നിലവിലെ സാഹചര്യത്തില് പുനർവിന്യാസത്തിലൂടെ ജീവനക്കാരുടെ എണ്ണം നിയന്ത്രിച്ചും സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞും ഭരണപരമായ ചെലവുകൾ കർശനമായി നിയന്ത്രിക്കുകയാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തില് ഭരണതലത്തിലെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണമെന്ന് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ്. സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടയുക, ആവശ്യത്തിൽ കവിഞ്ഞ ജീവനക്കാരെ മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിച്ച് കരാര്, പിൻവാതില് നിയമനം ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ധനവകുപ്പ് മുന്നോട്ടുവെച്ചത്. ഇ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയ സ്ഥാപനങ്ങളിലെ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് നിയമനം നിർത്തലാക്കാനും നിർദ്ദേശമുണ്ട്. ഓഫീസുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചതോടെ മിക്ക വകുപ്പുകളിലും നേരത്തെയുണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം കുറക്കാവുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷനും വിവിധ പഠന സമിതികളും ചൂണ്ടിക്കാട്ടിയതാണ് ഇക്കാര്യം. എന്നിട്ടും പുതുതായി കരാര് ജോലിക്കാരെ നിയമിക്കുന്ന പ്രവണത തുടരുകയാണ്. ചില വകുപ്പുകളിലുള്ള ആവശ്യത്തിൽ കവിഞ്ഞ ജീവനക്കാരെ പുനർവിന്യസിച്ചാൽ കരാര് നിയമനം ഒഴിവാക്കാനാകും. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു നീക്കം നടന്നതാണ്. അന്ന് 33,000-തോളം കരാര് ജീവനക്കാർ അനാവശ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ജീവനക്കാരുടെ എതിർപ്പ് മൂലം പക്ഷേ അവരെ പിരിച്ചുവിടാനായില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാർ സർവീസിലെ അപ്രസക്ത വിഭാഗങ്ങൾ ഒഴിവാക്കാനും അധികമുള്ള 2,000-തോളം ജീവനക്കാരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മറ്റുമായി മാറ്റാനും തീരുമാനിച്ചിരുന്നെങ്കിലും അതും നടന്നില്ല. ജീവനക്കാരുടെ എതിർപ്പ് അതിജീവിച്ച് ഇത്തരം തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ആർജവം ഒരു സർക്കാരിനുമില്ല. സംസ്ഥാനത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണ് പിൻവാതില് നിയമനം. ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും വേണ്ടപ്പെട്ടവരെയും സർവീസിൽ തിരുകിക്കയറ്റുകയാണ് ലക്ഷ്യം. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത ലക്ഷക്കണക്കിന് യുവാക്കളും PSCയിൽ പ്രതീക്ഷിച്ച് അർപ്പിച്ച് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും അവസരം കാത്തിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ വഴിവിട്ട കളി. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 1.8 ലക്ഷം പേര് പിൻവാതില് നിയമനം നേടിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതൊരു പക്ഷേ പർവ്വതീകരിച്ച കണക്കായിരിക്കാമെങ്കിലും ഈ സർക്കാരിന്റെ കാലത്തും നടന്നിട്ടുണ്ട് ധാരാളം പിൻവാതില് നിയമനങ്ങള്. ഇതില് ചിലത് വിവാദമാകുകയോ കോടതി കയറുകയോ ചെയ്തതാണ്. ഭരണച്ചെലവ് കർശനമായി നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന ധനകാര്യ വകുപ്പും അധിക ചെലവിനെ ചൊല്ലി വിമർശത്തിന് വിധേയമായിട്ടുണ്ട്. 2014 മുതൽ 2021 വരെയുള്ള കാലയളവില് ശമ്പള പരിഷ്കരണ കമ്മീഷന്, ധനകാര്യ കമ്മീഷനുകൾ തുടങ്ങിയവയുടെ ആവശ്യത്തിലേക്കായി ധനകാര്യ വകുപ്പ് താത്കാലികാടിസ്ഥാനത്തില് 107 പേരെ നിയമിച്ചിരുന്നു. ആവശ്യങ്ങൾ പൂർത്തിയായതോടെ ഈ തസ്തികകൾ നിർത്തലാക്കാനും ജീവനക്കാരെ ഒഴിവാക്കാനും സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ ഇതുവരെയും അവരെ ഒഴിവാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഭരണപരിഷ്കാര വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. 60.31 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമൂലം മാസാന്തം സർക്കാരിന് വരുന്നത്. ബ്യൂറോക്രസിയിലെ വാഹനങ്ങളുടെ വഴിവിട്ട ഉപയോഗം മൂലം കോടിക്കണക്കിനു രൂപയാണ് സർക്കാരിന് നഷ്ടമാകുന്നത്. പ്രിൻസിപ്പല് സെക്രട്ടറിമാര്, വകുപ്പുതലവന്മാര്, മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാര് ഒഴികെയുള്ള ഉദ്യോഗസ്ഥർക്ക് വാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. മേൽപ്പറയപ്പെട്ടവർക്കു തന്നെ അവരെ വീട്ടിൽ നിന്ന് ഓഫീസിലെത്തിക്കുക, തിരിച്ചു വീട്ടിലെത്തിക്കുക തുടങ്ങി ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. എങ്കിലും മക്കളെ സ്കൂളിലാക്കാനും തിരിച്ചുകൊണ്ടുവരാനും ഭാര്യയെ ക്ലബിലെത്തിക്കാനും ഷോപ്പിംഗിനുമെല്ലാം ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒഫീഷ്യൽ ആവശ്യത്തിനല്ലാതെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാല് വാഹനത്തിന്റെ നിയന്ത്രണാധികാരിയിൽ നിന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തെ ഇന്ധനവിലയുടെ 50% പിഴയായി ഈടാക്കുന്നത് ഉൾപ്പെടെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവുണ്ട്. ഇത്തരമൊരു അച്ചടക്ക നടപടി ആർക്കെതിരെയും സ്വീകരിച്ചതായി വിവരമില്ല. അഴിമതി പോലെ തന്നെ അപകടമാണ് ഭരണമേഖലയിലെ അമിതച്ചെലവും ധൂർത്തും. ശമ്പളത്തിനും പെൻഷനും കടമെടുപ്പിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയ നിലവിലെ സാഹചര്യത്തില് പുനർവിന്യാസത്തിലൂടെ ജീവനക്കാരുടെ എണ്ണം നിയന്ത്രിച്ചും സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞും ഭരണപരമായ ചെലവുകൾ കർശനമായി നിയന്ത്രിക്കുകയാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത്. എന്നാലും മന്ത്രിമാർക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചും രാജ്യത്തിനകത്ത് തന്നെ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ മന്ത്രിമാര് ചികിത്സക്ക് കുടുംബസമേതം വിദേശത്തേക്ക് പറന്നും ജനപ്രതിനിധികൾ ഉയർന്ന തോതിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയും സംസ്ഥാനത്തെ കൂടുതൽ മുടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഈ ഗവേണൻസിന്റെ ഫലമായി പല തസ്തികകളും അധികപ്പറ്റായി മാറിയിട്ടുണ്ടെങ്കിലും ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിലും കടുത്ത അനാസ്ഥയാണുള്ളത്. വിലക്കയറ്റവും തൊഴിൽരാഹിത്യവും മൂലം നിത്യജീവിതം തള്ളിനീക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരാണ് ഇതിന്റെയെല്ലാം ഭാരം പേറേണ്ടി വരുന്നത്.